വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ 1920-2025. പോളണ്ടുകാരനായ കരോൾ ജോസഫ് വോയ്റ്റീവ ഇറ്റലിക്ക് പുറമേ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മാർപ്പാപ്പയാണ്. കേവലം 33 ദിവസം മാത്രം മാർപ്പാപ്പയായി ജീവിച്ച ജോൺ പോൾ ഒന്നാമന്റെ ആകസ്മിക മരണത്തെ തുടർന്ന് 1978 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്റെ മുൻഗാമിയുടെ പോൾ രണ്ടാമൻ എന്ന നാമം സ്വീകരിച്ച് തിരുസഭയിലെ 264 മാർപ്പാപ്പയായി. പൊതുവെ വത്തിക്കാനിൽ ഒതുങ്ങിക്കൂടുന്ന പതിവ് തെറ്റിച്ച് ഏറ്റവും കൂടുതൽ വിദേശയാത്ര ചെയ്ത മാർപ്പാപ്പയായി അദ്ദേഹം മാറി. 1981 വലിയൊരു വധശ്രമത്തിൽ മാരകമായ മുറിവേറ്റെങ്കിലും അത്ഭുതകരമായി മാതാവിന്റെ മാധ്യസ്ഥത്തിൽ സുഖം പ്രാപിച്ച് പുറത്തുകടന്ന മാർപ്പാപ്പ ആദ്യം ചെയ്തത് തനിക്ക് നേരെ വെടിയുതിർത്തിയ അലി അക്കായെ ജയിലിൽ പോയി സന്ദർശിച്ചു. അദ്ദേഹം പറഞ്ഞു, "എനിക്കെതിരെ വെടിയുതിർത്തിയ ഈ വ്യക്തിയോട് ഞാൻ പരിപൂർണമായും ക്ഷമിക്കുന്നു. മുറിവേൽപ്പിക്കപ്പെട്ട ക്രിസ്തുവിനോട് ചേർന്ന് സഭയ്ക്കും ലോകത്തിനും വേണ്ടി ഈ സഹനങ്ങൾ ഞാൻ കാഴ്ചവെക്കുന്നു." അദ്ദേഹം തന്റെ ജീവിതകാലത്ത് 19 തവണ ലോക യുവജന സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിക്കൊണ്ട് യുവജനങ്ങളുടെ ആരാധ്യപുരുഷനായി മാറി. ലോകത്തിൽ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായ അദ്ദേഹം ധാർമ്മികതയ്ക്കും ലോകസമാധാനത്തിനുമായി നിരന്തരം ശബ്ദമുയർത്തി. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരെയും പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. കേരളക്കരയിൽ വെച്ച് അൽഫോൻസാമ്മയെയും ചാവറയച്ചനെയും വാഴ്ത്തപ്പെട്ടവരായും പ്രഖ്യാപിച്ചത് 1986 അദ്ദേഹത്തിന്റെ ഭാരത സന്ദർശന വേളയിലായിരുന്നു. സംഭവബഹുലമായ 27 വർഷത്തെ തിരുസഭാ ഭരണത്തിനുശേഷം 2005 കഠിനമായ പാർക്കിൻസൺ രോഗവും വാർദ്ധക്യസഹജമായ രോഗവും ബാധിച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പാർക്കിൻസൺ രോഗബാധിതയായിരുന്ന ഒരു കന്യാസ്ത്രീയുടെ അത്ഭുത രോഗസൗഖ്യം അംഗീകരിച്ചുകൊണ്ട് 6 വർഷങ്ങൾക്ക് ശേഷം 2011 വാഴ്ത്തപ്പെട്ടവനായും വീണ്ടും മറ്റൊരു വ്യക്തിയുടെ രക്തക്കുഴലുകളെ ബാധിക്കുന്ന അന്യൂനറിസം എന്ന രോഗബാധയിൽ നിന്നുള്ള അത്ഭുത സൗഖ്യം അംഗീകരിച്ചുകൊണ്ട് 3 വർഷങ്ങൾക്ക് ശേഷം 2014 വിശുദ്ധനായും ബെനഡിക്ട് 16 മാർപ്പാപ്പ നാമകരണം ചെയ്തു. 20 വർഷങ്ങൾ പിന്നിട്ടിട്ടും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇന്നും അഴുകാതെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ദൈവം അദ്ദേഹത്തിന്റെ വിശുദ്ധിയെ